ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാം എഫ്ഐആറിൽ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതികൾ എ പത്മകുമാർ, കെ രാഘവൻ, കെ പി ശങ്കരദാസ് എന്നിവരെ പ്രതി ചേർത്തു. കട്ടിളക്കടത്ത് കേസിലാണ് ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്തത്. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ സ്പോൺസർമാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കും. ശ്രീകോവിൽ വാതിൽപ്പാളി സ്വർണം പൂശി നൽകിയ കർണാടക സ്വദേശി ഗോവർദ്ധനിൽ നിന്ന് SIT വിവരങ്ങൾ തേടും. ചെന്നൈയിൽ അറ്റകുറ്റപ്പണി നടത്തി തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളികൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. R അരുൺരാജ്, ഒപ്പം MG പ്രതീഷ്, AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ആദ്യം R അരുൺരാജിലേക്ക്. അരുൺരാജ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണിപ്പോൾ. ഈ രണ്ടാം എഫ്ഐആറിൽ പ്രതികളാകുന്നത് ഉന്നതരാണ്. അതായത് ഉന്നതരിലെ കേന്ദ്രീകരിച്ച് കൂടി ഇതിൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടതായി വരും. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ്? എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്? അനുജ, ദേവസ്വം വിജിലൻസിന്റെ ഉത്തരവ് കണ്ടെത്തലുകളെ പൂർണ്ണമായും അത് മറിഞ്ഞുകൊണ്ട്, അത് അട്ടിമറിച്ചുകൊണ്ട് അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട SIT ടീം കടക്കുകയാണ്. പ്രധാനമായും SIT ടീം പറയുന്നത് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി ഈ കേസിലേക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്, അവരെ കൂടി പ്രതിയാക്കുന്നു എന്നുള്ളതാണ് SIT എഫ്ഐആറിൽ പറയുന്നത്. ഈ എഫ്ഐആറിന്റെ ഒരു ബ്രീഫ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് പറയുന്നത്, ഒരുപക്ഷെ ഞാൻ വായിക്കാം. പ്രതികൾക്ക് അന്യായമായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായമായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ കട്ടിളയിൽ പതിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പ് പാളികൾ എന്നിവ ഒഴിവാക്കി ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തി 19/3/2019 ദേവസ്വം കമ്മീഷണറായിരുന്ന മൂന്നാം പ്രതി ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 42.10 കിലോഗ്രാം ചെമ്പ് പാളികൾ അനധികൃതമായി 18/5/2019 ബോർഡ് ജീവനക്കാരായ 4 മുതൽ 7 വരെ പ്രതികളും 2019 കാലയളവിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും അറിവോടുകൂടി ഇളക്കിയെടുത്തു എന്ന സുപ്രധാനമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഈ എഫ്ഐആറിൽ SIT ടീം നടത്തിയിരിക്കുന്നത്. ബോർഡ് ജീവനക്കാരായ 4 മുതൽ 7 വരെ പ്രതികളും 2019 ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും അറിവോടുകൂടിയാണ് ഇത്തരം പ്രവർത്തികൾ അവിടെ നടന്നത് എന്ന് SIT ടീം വിലയിരുത്തുന്നു. ഒന്നാം പ്രതിയുടെ കൈവശം കൊടുത്തുവിട്ട് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിലെത്തിച്ച് ഈ പാളികൾ റിക്കവർ ചെയ്തെടുത്ത 409 ഗ്രാം സ്വർണം, ആകെ ലഭ്യമായ സ്വർണത്തിന്റെ പ്ലേറ്റിംഗ് ഇൻവോയ്സ് അടക്കമുള്ള ചെലവുകൾ കഴിഞ്ഞുള്ള സ്വർണം കട്ടിയാക്കിയത് രണ്ടാം പ്രതികളും ഒന്നാം പ്രതികളും വാങ്ങിയെടുത്തു എന്നുകൂടി SIT ടീം പറയുന്നുണ്ട്. ഒന്നാം പ്രതി വാങ്ങിയെടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ചതിച്ചാണെന്നും വിശ്വാസവഞ്ചന നടത്തി പ്രതികൾ പരസ്പരം ഉത്സാഹിച്ചും സഹായിച്ചുമാണ് ഈ പ്രവർത്തികൾ ചെയ്തത് എന്നുകൂടിയാണ് SIT ടീമിന്റെ കണ്ടെത്തൽ. അങ്ങനെ എഫ്ഐആറിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പരസ്പരം എങ്ങനെയാണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ പങ്കെടുത്തത്, അവരുടെ പങ്കെന്ത് എന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് SIT ടീമിന്റെ എഫ്ഐആർ ഉള്ളത്. ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുമ്പോൾ രണ്ടാം പ്രതിയായി ഈ സ്വർണം ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ച കൽപേഷാണ് രണ്ടാം പ്രതിയായി എത്തുന്നത്. പിന്നീട് ഈ 3 മുതൽ 7 വരെയുള്ള പ്രതികൾ അത് ദേവസ്വം ബോർഡിലെ ജീവനക്കാരാണ്. നേരത്തെ ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായതായും കൃത്യനിഷ്ഠത ഉണ്ടായതായും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിനപ്പുറമുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോകാൻ ദേവസ്വം വിജിലൻസിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ SIT ടീം തുടർ അന്വേഷണം നടത്തുന്നത്. ഈ പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് SIT ടീമിന്റെ കണ്ടെത്തൽ. എന്തുകൊണ്ടാണ് ഈ ഒരു സ്വർണം പൂശിയ കട്ടിള അത് ചെമ്പെന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോകാൻ ബോർഡ് തീരുമാനമെടുക്കുകയും സെക്രട്ടറി ഇതിനായി ഉത്തരവിറക്കിയതും അതൊരു സംശയമാണ്, അതൊരു ചതിയാണ്, വഞ്ചനയാണ് എന്നുകൂടി SIT ടീം എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അത് ഇന്നൊരു പക്ഷേ ഈ ശബരിമലയിൽ ഹാജരാകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഹാജരായില്ലെങ്കിൽ തുടർ നടപടി എന്ന നിലയിൽ SIT ടീമിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കും. SIT ടീം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരിക്കും ആദ്യം ചോദ്യം ചെയ്യുക. അതിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങൾ നടത്തിയാൽ മതി എന്നുള്ളതാണ് SIT ടീം നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും. ആരുടെയെങ്കിലും അറസ്റ്റ് അടക്കം ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒരുപക്ഷെ SIT കോടതിയുടെ നിരീക്ഷണത്തിനായതിനാൽ ശക്തമായ പഴുതടച്ചുള്ള അന്വേഷണമായിരിക്കും ഇനി നടത്തുക. അരുൺരാജ്, ഇതിലിപ്പോൾ ഈ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി, കൽപേഷ്, കൂടാതെ ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഇത്രയും പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ. അങ്ങനെയാണോ ഈ എഫ്ഐആറിലുള്ളത്?
അനുജ, രണ്ടാമത്തെ എഫ്ഐആർ ആണ്. അതായത് 2019 മാർച്ചിൽ ഒരു ഉത്തരവിറക്കി. നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടിരുന്നു. നമ്മളാണ് ആ വാർത്ത പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ദേവസ്വം സെക്രട്ടറി ഇറക്കിയ ഉത്തരവടക്കം അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശിയ ശബരിമലയിലെ ഈ ശ്രീകോവിലിലെ കട്ടളയാണ് ഇളക്കിക്കൊണ്ടുപോയത്. അതിലിട്ട എഫ്ഐആറിലാണ് ഇങ്ങനെ പറയുന്നത്. ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇത്തരം നീക്കം അവിടെ നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന രീതിയിലാണ് ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ സ്വർണ്ണ കട്ടള അവിടെ നിന്ന് ചെമ്പാക്കി കടത്തിയ കൽപേഷിനെ രണ്ടാം പ്രതിയാക്കി ഈ കേസിൽ എഫ്ഐആറിൽ കൊണ്ടുവന്നു. മൂന്നാം പ്രതിയായി അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ, 2019 ദേവസ്വം ബോർഡ് കമ്മീഷണറാണ് ഈ കേസിലെ മൂന്നാം പ്രതി. നാലാം പ്രതിയായി തിരുവാഭരണ കമ്മീഷണറെ കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ശബരിമലയിലെ സ്വത്തിന്റെ പരമാധികാരം, ശബരിമലയിലെ സ്വത്തിന്റെ എല്ലാ നിയന്ത്രണവും ഉള്ളത് തിരുവാഭരണ കമ്മീഷണർക്കാണ്. അങ്ങനെ തിരുവാഭരണ കമ്മീഷണർ എന്തുകൊണ്ടാണ് സ്വർണം പൂശിയ ആ സ്വർണ്ണ കട്ടള എന്തിന് ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉത്തരവിറക്കിയപ്പോൾ അതിന് കൂട്ടുനിന്നു. അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ഒരു ഒബ്ജക്ഷൻ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് SIT ടീമിന്റെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നാലാം പ്രതിയാക്കി ഈ കേസിൽ കൊണ്ടുവരുന്നത്. അഞ്ചാം പ്രതിയാക്കി എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ശബരിമലയിൽ ഒരു കൂട്ടുത്തരവാദിത്ത സംവിധാനത്തിൽ മൂന്നാം സ്ഥാനമുള്ള ഉദ്യോഗസ്ഥനാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആ ഉദ്യോഗസ്ഥനെ ഈ കേസിലേക്ക് അഞ്ചാം പ്രതിയാക്കി കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ അറിവും ഈ കേസിൽ നേരിട്ടുണ്ട് എന്നാണ് SIT മനസ്സിലാക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഈ സാന്നിധ്യത്തിൽ അവിടെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ സ്വർണം പൂശിയ കട്ടള ചെമ്പെന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. തിരിച്ചെത്തുമ്പോഴും പരിശോധനയുടെ ഭാഗമായി ഇത് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് SIT മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ സെക്രട്ടറി ഇത്തരമൊരു ഉത്തരവിറക്കിയത് അത് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവ് ദേവസ്വം ബോർഡിനെ മറികടന്ന് ചെയ്യാൻ കഴിയില്ല. 2013 ദേവസ്വം ആക്ട് പ്രകാരം ദേവസ്വം ബോർഡിന്റെ അനുമതിയും അനുവാദത്തോടും കൂടി മാത്രമേ ഒരു ഉത്തരവ് ദേവസ്വം സെക്രട്ടറിക്ക് ഇറക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് ഇതിൽ കൃത്യമായ പങ്കുണ്ട്. ഒരുപക്ഷെ അജണ്ടയുടെ ഭാഗമായി ഇത് കൊണ്ടുവന്നില്ല എന്നുള്ളതായിരുന്നു നേരത്തെ ദേവസ്വം ബോർഡ് പറഞ്ഞത്. കാരണം ഈ മിനിറ്റ്സിലൊന്നും ഈ കട്ടളപ്പാളി കൊണ്ടുപോകുന്നതിനെ കുറിച്ച് തങ്ങൾ പറഞ്ഞിരുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ആവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇവിടെ SIT പറയുന്നത് ഇത് ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവന്നിട്ട് ഇത് ചെയ്തു എന്നുള്ളതാണ്. ഈ ദേവസ്വം ബോർഡ് സെക്രട്ടറിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബന്ധുക്കളാണെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.